ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, യേശു കർത്താവ് ക്രൂശിലൂടെ മൊഴിഞ്ഞ 7ാമത്തെ മൊഴിധ്യാനത്തിലേക്കാണ് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യം. അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ജീവിതവും മരണവും പരസ്പര പൂരകങ്ങളാണ് എന്ന സത്യത്തിലേക്ക് നയിക്കുന്ന മൊഴിയാണിത്. ജീവിതത്തിൽ മരണമുണ്ട്, മരണത്തിൽ ജീവിതവും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിന് ജീവിതമില്ലെന്ന് യേശു പഠിപ്പിച്ചു. കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പാടിയിട്ടുണ്ട്: ജനിച്ചു തീർന്നിട്ടില്ലേ ഇനിയും മുഴുവനായി, ജനിച്ചിടത്തോളം ഞാൻ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത്. 7ാമത്തെ മൊഴി ജീവമൊഴി, അതായത് മരണമൊഴി. യേശു മരണത്തോട് മൊഴിഞ്ഞത് ജീവമൊഴികളായി നാം ഏൽക്കുന്നു. കാരണം ആ മൊഴികൾക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ ശക്തിയുണ്ട്. യേശുവിൻ്റെ ക്രൂശിലെ പെരുമാറ്റവും മരണവും ക്രൂശിന് സമീപം നിരീക്ഷിച്ചു കൊണ്ടുനിന്ന റോമൻ പട്ടാളത്തിലെ ശതാധിപൻ അറിയാതെ പറഞ്ഞുപോയി, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. എത്ര ഭയപ്പെട്ടാലും ഒഴിവാക്കിയാലും മനുഷ്യരെല്ലാം ഒരു നാളിൽ മരിക്കണം. മനുഷ്യൻ മർത്യനാണ്, മാൻ ഈസ് എ ഇമ്മോർട്ടൽ. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു: എപ്പോഴും നമ്മോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു ഉത്തമ സുഹൃത്താണ് മരണം. നമ്മുടെയും ജീവിതത്തിൽ ഒരു സത്യസന്ധമായി ജീവിച്ച് എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് പരമേൽപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ നീതിയോടെ ജീവിച്ചു, വിശുദ്ധിയോടെ ജീവിച്ചു, സത്യസന്ധമായി ജീവിച്ചു, കാപട്യമില്ലാതെ ജീവിച്ചു എന്ന് ഒടുവിലത്തെ നിമിഷം എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് ആർജവത്തോടെ ഈ കൊച്ചു കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ പറയാൻ കഴിയും? യേശു തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഒടുവിലത്തെ നിമിഷം നമ്മുടെ ആത്മാവിനെ ഇതുപോലെ ദൈവത്തിനെ ഏൽപ്പിച്ച് മരിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമമായ മരണം എന്ന് പറയുന്നത്. പല ഭക്തന്മാരും അപ്രകാരം മരിച്ചിട്ടുണ്ട്. എത്രയോ മിഷണറി വര്യന്മാർ തൻ്റെ ആത്മാവിനെ തൃക്കൈകളിൽ പരമേൽപ്പിച്ച് മരിച്ചിട്ടുണ്ട്. അപ്രകാരം ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു മരണമായും തുടർന്നും നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ഒരു ജീവിതം തുടരുവാനും സാധ്യതയുണ്ടാകും എന്നാണ് ഈ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചില ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ പങ്കിടാം. ഒന്നാമതായി, നിശബ്ദതയിൽ നിന്നും അത്യുച്ചത്തിലേക്ക് ഉയർന്ന പ്രാർത്ഥനയായിരുന്നു ഫ്രം സൈലൻസ് ടു ലോഡ് വോയിസ്. ഒന്നാമത്തെ ക്രൂശിലെ മൊഴി പോലെ തന്നെ അവസാനത്തെ മൊഴിയും പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടും അതിവാത്സല്യത്തോടും സ്നേഹ ഊഷ്മളതയോടും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. ആദ്യത്തെ മൊഴി തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായിരുന്നുവെങ്കിൽ അവസാനത്തേത് തൻ്റെ ആത്മാവിനെ സ്വർഗീയ പിതാവിന് സമർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. പിലാത്തോസിൻ്റെ അരമനയിൽ കുറ്റവിസ്താരം തീവ്രമായി നടക്കുന്നു. ചുറ്റിലും കാതുപൊട്ടുന്ന ആരവം, രംഗം ഭയാനകം. ഇവിടെ കർത്താവിന് മൗനം മാത്രമാണ്. തൻ്റെ ഈ ക്രൂശിലെ ഓരോ മൂമെൻറ്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനോടും മൗനം പാലിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കോടതികളോടും മനുഷ്യൻ നിന്ദിക്കുമ്പോഴും തുപ്പുമ്പോഴും അടിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളോടും യേശു കർത്താവ് മൗനം പാലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർദോഷ രക്തത്തിൻ്റെ മൗനത, നിശബ്ദത മാത്രം. ലോകം മൗനത്തിൻ്റെ ശക്തിയും അർത്ഥവും തിരിച്ചറിഞ്ഞത് ഈ വേദിയിൽ വെച്ച് തന്നെയാണ്. എതിർവാദമില്ല സത്യത്തിന്, പ്രതിവാദമില്ല നീതിക്ക്, എതിർത്ത് തോൽപ്പിക്കാൻ വശമില്ല സ്നേഹത്തിന്, ന്യായത്തിൻ്റെ ഭാഷകൾക്ക് വാക്കുകളില്ല, വളരെ ദയനീയമായ മൗനം. പ്രിയമുള്ളവരെ, ഇതാണ് നമുക്ക് ക്രൂശിലൂടെ കാണാൻ കഴിയുന്നത്. ശബ്ദിക്കാൻ അത്ര ധൈര്യം വേണ്ടെന്നും മൗനമായിരിക്കാൻ അസാധാരണ ധൈര്യം വേണമെന്നും നാം ഈ ക്രൂശിലൂടെ തിരിച്ചറിയുകയാണ്. ശബ്ദം ശക്തിയുടെ ലക്ഷണമെന്ന് ലോകം, മൗനമാണ് അതിശക്തമെന്ന് യേശു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന സത്യ തിരുവചനം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ മൗനം ജനക്കൂട്ടത്തിൻ്റെ കൂകി വിളിയേക്കാൾ, അട്ടഹാസത്തേക്കാൾ ശക്തമാണെന്ന് ചരിത്രത്തിനവിടെ ബോധ്യപ്പെടുകയാണ്. ക്രൂശിൽ നിന്നത് അത്യുച്ചമായ ശബ്ദം ആർക്കുമുള്ള മറുപടിയല്ല, ആരോടുമുള്ള പ്രതിവാദവുമല്ല, പ്രതിഷേധവുമല്ല, മറിച്ച് സത്യത്തിൻ്റെ പ്രഖ്യാപനം മാത്രം. സത്യത്തിൻ്റെ ശബ്ദം അത്യുച്ചമെന്ന് കുരിശ് അറിയിക്കുകയാണ്. സത്യം അത്യുച്ചത്തിൽ പ്രഘോഷിപ്പിക്കപ്പെടണം. ഉറച്ച ശബ്ദത്തിൽ സത്യം പറയാൻ ധൈര്യത്തോടെ യേശു പഠിപ്പിച്ചു. അത്യുച്ചത്തിൽ പ്രഖ്യാപിക്കേണ്ടത് ജീവിതത്തിൻ്റെ സത്യങ്ങളാണ് എന്ന് യേശു ഈ മൊഴിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
മൗനത്തിൽ നിന്നും നിശബ്ദതയിൽ നിന്നും ഉയർന്ന ഒരു ശബ്ദമാണ്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു മൗന ജീവിതം നയിച്ച് എന്തിനോടും ഏതിനോടും, ശത്രുക്കളോടും ദോഷം നിരൂപിക്കുന്നവരോടും എല്ലാവരോടും ഒരു മൗന ജീവിതം നയിച്ച് നമുക്ക് നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? ഏതിനോടും എന്തിനോടും താതാത്മ്യപ്പെട്ട് മൗനം പാലിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി തീർന്നു, അനുഗ്രഹമായി തീർന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ടാമതായി ചിന്തിപ്പാൻ കഴിയുന്നത്, ദ്രവത്വത്തിൽ നിന്നും അദ്രവത്വത്തിലേക്ക് ഒരു മനുഷ്യാത്മാവിൻ്റെ അനശ്വരത വെളിവാക്കുന്ന പ്രാർത്ഥന. ശരീരം ഭൗതിക നിർമ്മിതിയാണ്, സകല സ്ഥലകാല പരിമിതികൾക്ക് വിധേയവുമാണ്. ആത്മാവ് അപരിമേയം, ക്ഷയിക്കാത്തത്, സ്ഥലത്തിനും കാലത്തിനും വിധേയപ്പെട്ടതാണ്. ശരീരം പല വിചാരങ്ങൾക്കും വിധേയം, ആത്മാവ് അവയ്ക്കതീതം. ശരീരം നേടുന്നതും അനുഭവിക്കുന്നതിലേറെയും നശിച്ചു പോകുന്നതാണ്. ശരീരം ഏറ്റക്കുറച്ചിലുകൾ നിരന്തരം അനുഭവിക്കുന്നു. ശരീരം പലതിനും വശംവദപ്പെടുന്നതും അടിമത്തമേൽക്കുന്നതുമാണ്. ആത്മാവ് ഇതിനെല്ലാം അപ്പുറമാണ്. ഒന്നിനാലും സ്വാധീനിക്കപ്പെടുകയില്ല, ഒന്നിനാലും അടിയറ വയ്ക്കുകയുമില്ല. നശിക്കുന്ന ഒന്നിലും ഈ ക്രിസ്തുവിലുള്ള ജീവിതം അടിസ്ഥാനപ്പെടാറില്ല. നിത്യത ആത്മാവിൻ്റെ ഗുണമാണ്. ആത്മാവ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. സ്ഥിരതയും അദ്രവത്വവും ആത്മാവിൻ്റെ ഗുണമാണ്. മനുഷ്യനിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. അന്ത്യനേരത്ത് യേശു ഇത് ഓർമ്മിപ്പിക്കുന്നു. ആത്മാവിൻ്റെ സ്വഭാവ ഗുണത്തോടെ ദൈവത്തിൽ സമർപ്പിക്കാൻ ആവശ്യമാണെന്ന് യേശു ഇത് ബോധിപ്പിക്കുന്നു. യേശുവിലുള്ള സമർപ്പണം പല വിചാരങ്ങൾക്കും വിധേയപ്പെട്ട് ഏറ്റക്കുറച്ചിലുകൾ അനുഭവിക്കരുത്. ഒന്നിനാലും സ്വാധീനിക്കപ്പെടാതെ വശംവദപ്പെടാതെ ഒരു സ്ഥിരതയുള്ള ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് വളരെ സമർപ്പണത്തോടെ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആത്മാവിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും അത് അനശ്വരമാണെന്നും അത് തിരികെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു ചേരേണ്ടുന്നതാണെന്നും ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവ് സ്വസ്ഥത അനുഭവിക്കേണ്ടത് അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. വിശുദ്ധ അഗസ്ത്യൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കൾ അവിടത്തേക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവ നിന്നിൽ വലയം പ്രാപിക്കുന്നത് വരെ അവയ്ക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ല. മരണത്തിൽ നിന്നുള്ള ജയം ഈ ലോകത്തിൽ വെച്ച് അനുഭവിച്ച പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുന്നു: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 57-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക കൂടാരം മൺമയമാണ്, അത് അഴിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭൗതിക കൂടാരത്തിൽ അഴിഞ്ഞു പോകുന്ന മൺമയമായ കൂടാരത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യതയുള്ളതാണ്, ദൈവകൃപയുള്ളതാണ്. അത് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന് പരമേൽപ്പിക്കേണ്ടതാണ്, സ്വസ്ഥതയോടെ ഏൽപ്പിക്കേണ്ടതാണെന്നുള്ള ബോധ്യം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒരുവൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മൂടാ, നിന്റെ ആത്മാവിനെ എന്ന് ചോദിച്ചാൽ നീ ഭൂമിയിൽ ഒരുക്കി വെച്ചത് ആർക്കാവും? ഈ ഭൂമിയിൽ മാത്രം അർത്ഥം കൽപ്പിക്കുന്ന ഒരു ജീവിതമാകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ആത്മാവ് വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. അത് സ്വസ്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അഴിഞ്ഞു പോകുന്ന മൂല്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കാതെ കാലസമ്പൂർണതയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ ഏൽപ്പിക്കുന്നുവെന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ ആത്മാവിനെ കരുതണം. ഈ ലോകത്ത് നശ്വരമായ ഒന്നിലും അടിസ്ഥാനപ്പെടരുത്, അഴിഞ്ഞു പോകുന്ന ഒന്നിലും അടിസ്ഥാനപ്പെടരുത്. കർത്താവുമായി താതാത്മ്യപ്പെട്ട് നമ്മുടെ ആത്മാവ് ജീവിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആത്മാവ് ദ്രവത്വത്തിൽ നിന്നും അദ്രവത്വത്തിലേക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഏൽപ്പിക്കൽ അസ്വസ്ഥതയിൽ നിന്നും സ്വസ്ഥതയിലേക്ക്. സറണ്ടർ ഫ്രം ഡിസ്റ്റർബൻസ് ടു പീസ്. മരണവെപ്രാളത്തിലും യേശു സ്വസ്ഥനാണ്. മാനുഷികമായ തലത്തിൽ ഒരു മരണവെപ്രാളം വരുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം അസ്വസ്ഥനായി കാണും, വളരെ പാടുപെടും, വേദന അനുഭവിക്കും, അസ്വസ്ഥരായിട്ട് നമ്മൾ കാണപ്പെടും, വളരെ വെപ്രാളത്തിൽ നമ്മൾ കാണപ്പെടും. പക്ഷേ മരണവെപ്രാളത്തിലും യേശു ഇവിടെ സ്വസ്ഥനാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അസ്വസ്ഥതാ വേള മരണസമയമാണ്. ആ നേരത്തിലും സ്വസ്ഥതയുടെ ദൂതാണ് ഈ മൊഴി നമുക്ക് നൽകുന്നത്. എന്നാൽ എന്തൊരു സ്വസ്ഥതയാണ് കുരിശിലെ ജീവന്! ജീവൻ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു എന്ന വാക്ക് ജീവിതം കണ്ടെത്തിയ സ്വസ്ഥമായ ഇടത്തെ കുറിക്കുന്നു. ജീവൻ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു എന്ന വാക്ക് ജീവിതം കണ്ടെത്തിയ സ്വസ്ഥമായ ഇടത്തെ കുറിക്കുന്നു. ദൈവത്തിൻ്റെ കർത്തൃത്വത്തിലേക്ക് സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും സ്വസ്ഥതയുടെ അടിസ്ഥാനമെന്നും യേശു ഇവിടെ ബോധിപ്പിക്കുന്നു. ഇവിടെ വിട്ടുകൊടുക്കലിൽ സ്വയം ഒഴിയലിൻ്റെയും ശൂന്യതയുടെയും ആവശ്യകത ഇവിടെയുണ്ട്.
ഒരു അവകാശവും സ്വന്തം ജീവിതത്തിൽ ശേഷിപ്പിക്കാതെ പൂർണ്ണമായ ഒരു ഏൽപ്പിക്കലാണ് ഇവിടെ തികഞ്ഞ സ്വസ്ഥതയ്ക്ക് കാരണം. ദൈവത്തിൻ്റെ സർവാധികാരത്തിന് പൂർണ്ണമായ വിധേയപ്പെടലാണ്. കുരിശിൽ നിന്നുള്ള അവസാന മൊഴി സമൃദ്ധമായി ജീവൻ നൽകുവാൻ പര്യാപ്തമായ ദൈവിക ദർശനമാണ്. ജീവനെ നിശബ്ദതയിൽ നിന്നും അത്യുച്ചത്തിലേക്കും, അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും, ദ്രവത്വത്തിൽ നിന്നും അദ്രവത്വത്തിലേക്കും, അസ്വസ്ഥതയിൽ നിന്നും സ്വസ്ഥതയിലേക്കും നയിക്കുന്ന വിശ്വാസ സത്യമാണ് ഈ മൊഴി. ഓരോ യഹൂദനും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ യഹൂദനും രാത്രിയിൽ ഉറങ്ങുന്നത്. സങ്കീർത്തനം 31:5. നമ്മുടെ ഭാരങ്ങൾ, സംഘർഷങ്ങൾ, ആകുല ചിന്തകളെല്ലാം ഉടയവനെ ഏൽപ്പിച്ച് ശാന്തമായി ഉറങ്ങുക. ആ ഉറക്കം എത്ര സുഖകരമായിരിക്കും. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതം കാണാം, അല്ല എങ്കിൽ അടുത്ത പ്രഭാതം സ്വർഗത്തിൽ. എലിസബത്ത് ചെറി എന്ന പ്രസിദ്ധ എഴുത്തുകാരിയുടെ "There is a man in one cross, there is a man on the cross" അവർക്ക് ലഭിച്ച ക്രൂശിൻ്റെ ദർശനം, അവർ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ ധ്യാനത്തിലായിരുന്നു. അവൾ അതിൽ ഇഴുകിച്ചേർന്നു. അവർ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന യേശുവിൻ്റെ രൂപം കണ്ടു. ആ ധ്യാനത്തിൽ വീണ്ടും ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. അത് ക്രൂശിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിരുന്നു. ഞാൻ അവിടത്തോട്, ഞാൻ നിന്നെ ക്രൂശിൽ നിന്ന് ഇറക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അടുത്ത് ചെന്ന് അവൻ്റെ കാലുകൾ തറച്ചിരുന്ന ആണികൾ പിടിതെടുക്കുവാൻ ശ്രമിച്ചു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ആണികൾ അവിടെ ഇരിക്കട്ടെ. ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് എന്നെ താഴെ ഇറക്കുന്നതുവരെ നിനക്കെന്നെ ക്രൂശിൽ നിന്ന് ഇറക്കുവാൻ സാധ്യമല്ല. ഈ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് കഴിവില്ല. ഞാൻ അവിടത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: ഗോ എബൌട്ട് ദ വേൾഡ്, ടെൽ എവരി വൺ ദാറ്റ് യു മീറ്റ് ദർ ഈസ് എ മാൻ ഓൺ ദ ക്രോസ്. ഈ ഭക്തിസാന്ദ്രമായ ജീവിതത്തിൽ വഴിത്താരകളിൽ കണ്ടുമുട്ടുന്നവരോട് ഇപ്രകാരം പറയുക: ദർ ഈസ് എ മാൻ ഓൺ ദ ക്രോസ്. ജീവിതത്തെയും മരണത്തെയും എല്ലാം ഒരുപോലെ കാണുകയാണ്. എല്ലാ ജീവിതത്തിലും സ്വസ്ഥമാണ്, മരണത്തിലും സ്വസ്ഥമാണ്. ചിലർ ജീവിതത്തിൽ സ്വസ്ഥമായിരിക്കും, മരണത്തിൽ അസ്വസ്ഥമാകും. ചിലർ ജീവിതത്തിലും മരണത്തിലും അസ്വസ്ഥമായിരിക്കും. ഇവിടെ യേശു ജീവിതത്തിലും സ്വസ്ഥം മൗനം പാലിക്കുന്നു, മരണത്തിലും സ്വസ്ഥം മൗനം പാലിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഒരു ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് പരമേൽപ്പിക്കുവാൻ കഴിയണം. അവസാനത്തെ ചിന്ത ഇത് സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അരിമനാഥൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഉടനീളം പ്രതിഫലിച്ചു നിന്നത് സമർപ്പണത്തിൻ്റെ അന്തിമ പ്രദർശനമാണ്. ജീവിതത്തിലും മരണത്തിലും അവിടുന്ന് പിതാവായ ദൈവത്തിന് സ്വന്തമായിരുന്നു എന്ന് സ്പഷ്ടം. അവിടുന്ന് ബാലനായിരിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കളോട് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:49 ഗെത്സമനയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26:36 ദൈവ ഇഷ്ടം ചെയ്ത് ദൈവ ഇഷ്ടം നിറവേറ്റുന്നതിന് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു തൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. മരണത്തിലും ജീവിതത്തിലും മരണത്തിലും ഞാനും നിങ്ങളും സ്വസ്ഥമായിരിക്കും. സ്വസ്ഥമായി നമ്മുടെ ആത്മാവിനെ കർത്താവിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഇന്നെത്രയോ പേരുടെ ജീവിതം അസ്വസ്ഥമായി, സ്വസ്ഥമായിട്ട് പോലും മരിക്കാൻ കഴിയുന്നില്ല. തൻ്റെ ആത്മാവിനെ കർത്താവിൽ സ്വസ്ഥമായി ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു ലൗകിക ജീവിതത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസ ജീവിതം, തികഞ്ഞ വിശ്വാസ ജീവിതം നയിക്കുന്നവർക്കാണ്, തികഞ്ഞ മൗന ജീവിതം പാലിക്കുന്നവർക്കാണ്, എല്ലാം സഹിക്കുന്നവർക്കാണ്, ക്ഷമിക്കുന്നവർക്കാണ്, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും വിശ്വസ്തതയും പരോപകാരവും ഇന്ദ്രിയജയവും എല്ലാം വളർത്തുന്നവർക്ക് മാത്രമാണ്, അതിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് സ്വസ്ഥമായി നമ്മുടെ ആത്മാവിനെ കർത്താവിൽ ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരർത്ഥവത്തായ ജീവിതം നയിച്ച് ജീവിതത്തിലും മരണത്തിലും സ്വസ്ഥമായിരുന്ന് സ്വസ്ഥമായി ജീവിച്ച് നമ്മുടെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് പരമേൽപ്പിച്ച് കർത്താവിനോടൊപ്പം നമുക്കായിരിക്കാം, കർത്താവിനോടൊപ്പം ജീവിതം തുടരാം. ആ നിത്യതയ്ക്ക് വേണ്ടി ഈ ലോക ജീവിതത്തിൽ നമുക്ക് മൗനം പാലിക്കാം, നിശബ്ദരായി ജീവിക്കാം, ദോഷങ്ങൾ വെടിയാം, തിന്മകൾ വെടിയാം. ആ നിത്യതയ്ക്ക് വേണ്ടി നിശബ്ദമായി ജീവിച്ച് നമ്മുടെ അവസാന നാളുകളിൽ നമ്മുടെ ആത്മാവിനെ കർത്താവിൽ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് സമാധാനത്തോടെ സ്വസ്ഥമായി പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ, വീണ്ടും കർത്താവിനോടൊപ്പം ജീവിപ്പാൻ ദൈവം ഈ മൊഴിയിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നല്ല സ്വസ്ഥമായ ജീവിതം നയിച്ച്
സ്വസ്ഥമായി കർത്താവിൽ മറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ എൻ്റെ ആത്മാവിനെ സ്വസ്ഥമായി ഏൽപ്പിക്കുന്നുവെന്ന് പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈഹത്തിലും പരത്തിലും ഞങ്ങളുടെ ജീവിതം സ്വസ്ഥമായിരിക്കാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ജീവിതത്തിലും മരണത്തിലും സ്വസ്ഥത അനുഭവിപ്പാൻ, മൗനമായിരിക്കാൻ അസ്വസ്ഥതകളേറെയുണ്ട്, പ്രതികൂലങ്ങളേറെയുണ്ട്, ദോഷങ്ങളേറെയുണ്ട്, തിന്മകളേറെയുണ്ട്. ദൈവത്തിൽ മറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ജീവിതത്തിലും മരണത്തിലും സ്വസ്ഥത അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ള കൃപ അവിടെ തരണമേ. ഈ മൊഴി എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ കൃപ ഞങ്ങളിൽ പകരും. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.